ഞാൻ ഞായറാഴ്ചയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച എനിക്ക് പൈസ കൊടുത്താലേ ചൊവ്വാഴ്ച എക്സാം എഴുതാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. യേശു നിർത്തിയതാ ചെറിയ പ്രായത്തിൽ തകർന്ന് എല്ലാം അവസാനിച്ചു പോയി എന്നൊരു വിചാരത്തിലാണ് ആൾ ആരാധനയ്ക്ക് വന്നത്. ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്നോടൊന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ച് എനിക്കായിരുന്നു. അപ്പോഴത്തേക്കും പാസ്റ്റർ എന്നെ വിളിച്ചു, നിൻ്റെ വീട്ടിൽ നിന്നൊരു അത്ഭുതം നടക്കും, ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. നിൻ്റെ വീട്ടിൽ എക്സാമിന് പോകുന്നതിൻ്റെ തലേന്ന് തന്നെ എനിക്ക് പൈസ കൊടുക്കാൻ എല്ലാം കൊടുത്തു തീർക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ നല്ല രീതിക്ക് പോയി എക്സാം എഴുതി. ആൽബിൻ ഷാജൻ, ഈ മകൻ കുടുംബമായി ജൂൺ മാസം 2-ാം തീയതിയാണ് ആദ്യമായി ആരാധനയ്ക്ക് വരുന്നത്. വളരെ കടഭാരത്തോടും പ്രതിസന്ധികളോടും കൂടിയാണ് ഇവർ ഇവിടെ വരുന്നത്. താൻ നേഴ്സിംഗ് എക്സാം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. എന്നാൽ ലാസ്റ്റ് എക്സാം എഴുതണമെങ്കിൽ കുറച്ച് പൈസ കൂടി കൊടുക്കണമായിരുന്നു. എന്നാൽ കടഭാരം ഏറിയതിനാൽ ആ വലിയ തുക തങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ വീടും സ്ഥലവും കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിനും വളരെ തടസ്സങ്ങൾ നേരിട്ടു. അങ്ങനെയാണ് തങ്ങൾ എലോഹിമിലേക്ക് കടന്നു വരുന്നത്. അന്ന് പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, തനിക്ക് ഒരു ജോലി ലഭിക്കുമെന്നും രാജ്യങ്ങൾ കടന്ന് യാത്ര ചെയ്യും എന്നും തന്നോട് സംസാരിച്ചു. തനിക്ക് പുതിയ ഒരു ഭവനം ലഭിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് തുടർമാനമായി ആരാധനയ്ക്ക് സംബന്ധിച്ചു. ഒരു സൺഡേ മീറ്റിങ്ങിൽ ആരാധന മധ്യേ പാസ്റ്റർ തൻ്റെ തലയിൽ കൈവച്ചു ഇപ്രകാരം പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ഇന്ന് ഒരത്ഭുതം നടക്കും, വന്ന കടങ്ങൾ എല്ലാം മാറും, വീട് ഉടൻ വിൽപ്പനയാകും എന്ന് പറഞ്ഞു. തങ്ങൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ പോയി അന്നേ ദിവസം തന്നെ വൈകുന്നേരം ഒരാൾ വിളിക്കുകയും നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ എടുത്തോളാം, പൈസ ഉടൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ എക്സാമിന് പോകുന്ന തലേ ദിവസം പൈസ കിട്ടുകയും കടങ്ങൾ വീടുകയും ചെയ്തു. പ്രാർത്ഥിച്ച അഭിഷിക്തനോടും സഭയോടുമുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. ചെറിയ പ്രായത്തിൽ തകർന്ന് എല്ലാം അവസാനിച്ചു പോയി എന്നൊരു വിചാരത്തിലാണ് ആൾ ആരാധനയ്ക്ക് വന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് അവൻ തിരിച്ചു പോകുമ്പോൾ അന്ന് ഞാൻ അവൻ്റെ തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞു. പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, ഇന്ന് തിരിച്ചു ചെല്ലുമ്പോൾ ഒരത്ഭുതമുണ്ടാകും. ദൈവത്തിൻ്റെ കൃപയാൽ അന്ന് ആരാധന കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഒരാൾ ഫോൺ വിളിച്ചു, വസ്തു എടുത്തോളാം. അവൻ എക്സാം എഴുതുന്നതിൻ്റെ തലേ രാത്രി ആ പണം മുഴുവൻ അവന് വേണ്ടി ദൈവം കരുതി. ഇന്ന് കടഭാരങ്ങൾ മാറി യേശുവിന് വേണ്ടി നിൽക്കാൻ അവനും അവൻ്റെ അമ്മയും അപ്പനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊരു സുന്ദരം ക്ലാപ്പ് സഭ കൊടുത്ത്. മോനെ പറഞ്ഞ് പേര് പറഞ്ഞേ. എൻ്റെ പേര് ആൽബിൻ, ഞാൻ മുണ്ടക്കയത്തു നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ജൂൺ മാസം ആദ്യമാണ് ഞാൻ ഇവിടെ വരുന്നത്. വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമവും എല്ലാ പ്രതിസന്ധിയോടും കൂടെയാണ് വരുന്നത്. കടഭാരമാണേലും ഒത്തിരി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ജൂൺ മാസം 2-ാം തീയതി ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി. അപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യും എന്നറിയത്തില്ലാത്ത രീതിക്ക് ഞാൻ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2-ാമത്തെ ആഴ്ച ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഞായറാഴ്ചയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച എനിക്ക് പൈസ കൊടുത്താലേ ചൊവ്വാഴ്ച എക്സാം എഴുതാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ എന്നോടൊന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പാസ്റ്റർ എന്നെ വിളിച്ചു, നിൻ്റെ വീട്ടിൽ നിന്നൊരു അത്ഭുതം നടക്കും, ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു നിൻ്റെ വീട്ടിൽ. അപ്പോൾ വീട് വിൽപ്പനയാകുമെന്നും കടങ്ങളെല്ലാം വീടുകയും വന്നുപോയ കടങ്ങളെല്ലാം വീടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, ദൈവമേ നാളെ എനിക്ക് പൈസ കൊടുത്താലേ ചൊവ്വാഴ്ച പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം വീട്ടിൽ പോകുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ എനിക്ക് ടെൻഷനാണ്, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ഇരിക്കുമായിരുന്നു. അപ്പം അന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരാൾ വിളിച്ചു. ഒത്തിരി പേരിങ്ങനെ വീട് നോക്കാൻ വരുന്നുണ്ട്, പക്ഷേ ആരും അങ്ങനെ ഒരു സമ്മതം പറയുന്നില്ല. അപ്പം രാത്രി ഒരാൾ വിളിച്ചു, വീട് വിൽക്കാൻ പോവല്ലേ, ഞങ്ങൾ എടുത്തോളാം, അഡ്വാൻസ് നാളെ വന്ന് എഗ്രിമെൻ്റ് എഴുതി അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ രാവിലെ വന്നു, എഗ്രിമെൻ്റ് എഴുതി അഡ്വാൻസ് തന്നു. അന്ന് അപ്പം എക്സാമിന് പോകുന്നതിൻ്റെ തലേന്ന് തന്നെ എനിക്ക് പൈസ കൊടുക്കാൻ എല്ലാം കൊടുത്തു തീർക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ നല്ല രീതിക്ക് പോയി എക്സാം എഴുതി തിരിച്ചു വന്നു. കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ കടങ്ങളെല്ലാം വീട്ടിൽ ദൈവം അനുഗ്രഹിച്ചു. പിന്നെ നാളെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോവുകയാണ്, പ്രാക്ടിക്കലിനായിട്ട് പോവുകയാണ്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവന് വേണ്ടി കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഒറ്റ രാത്രി കൊണ്ട് ദൈവം ചെയ്ത ദൈവത്തിൻ്റെ മഹാത്ഭുതമാണ്. ഈ കുഞ്ഞ് വളരെ ചെറിയ പ്രായത്തിൽ ഈ കടബാധ എങ്ങനെ അവൻ എൻ്റെ മുമ്പിൽ നിന്ന് കരച്ചിലാച്ചാൽ എന്നാ സംഭവിക്കും. ഞാൻ അവനെ ബലപ്പെടുത്തി പറഞ്ഞു, മോനെ ദൈവത്തിന് എല്ലാത്തിനും വഴിയുണ്ട്. ഇന്ന് രാവിലെ കടബാധയിൽ
ഉടലിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ദൈവത്തിന് വഴിയുണ്ട്, ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധ്യമാണ്. ഇവനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്, അവന് വേണ്ടി ദൈവം വഴികൾ തുറക്കും. മോനെ, ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, ഒരിക്കലും സ്വപ്നം കാണാത്ത ദൈവത്തിൻ്റെ വഴികൾ നിനക്ക് വേണ്ടി ഉണ്ടാകും. നീ ദൈവത്തിൻ്റെ അഭിഷക്തനായിട്ട് മാറും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഒരു സുന്ദര ക്ലാപ്പ് അവന് വേണ്ടി കൊടുത്ത് ഐ ബ്ലെസ് യു.